ഫ്ലിൻറ്റ് മാക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയ ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്രതിമയ്ക്ക് മുമ്പിലാണ്. അതുതന്നെയും ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് കേരള നിയമസഭാ മന്ദിരത്തിന് മുന്നിലുള്ള EMS പാർക്കിലാണ്. നമ്മൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നാളെ ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ഒരു മുന്നോടിയായി ചെറിയൊരു അവലോകനം, കമ്മ്യൂണിസ്റ്റ്, അതായത് ഇടതുമുന്നണി അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇതുവരെയുള്ള ചെറിയൊരു ഭരണചരിത്രവും അതിനോടൊപ്പം നാളെ വരുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഏത് രീതിയിൽ വരുന്നു, അത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ കക്ഷികളെ ഏത് രീതിയിലായിരിക്കും അതിനെ ഭാവിയിൽ ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു അവലോകനം നടത്താൻ വേണ്ടിയാണ്. എന്നോടൊപ്പം ഉള്ളത് ശ്രീ EP അനിലാണ്. ശ്രീ EP അനിൽ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ സംവിധാനം, അതായത് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നത് നമ്മുടെ കേരളത്തിലാണ്. അത് 1957 ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്രതിമയ്ക്ക് മുന്നിലാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് നാളെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഈ കേരളത്തിലെ കേരളത്തിലെ എന്നല്ല, മൊത്തത്തിൽ ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷ സംവിധാനങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെ എങ്ങനെ കാണുന്നു, ഇതുവരെയുള്ള ചരിത്രം എങ്ങനെയാണ്? നാളെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ LDFന് അധികാരം ഒഴിയേണ്ടി വന്നാൽ 1957 മുതൽ പലപ്പോഴായി ചില സമയങ്ങളിൽ 3 സംസ്ഥാനങ്ങളിൽ വരെ അധികാരം ഉണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണിക്ക്, വിശിഷ്യ CPIMന് ഒരു സംസ്ഥാനത്തും അധികാരം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 57 തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമോ എന്ന സംശയം അന്നത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അങ്ങനെയല്ല, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മന്ത്രിസഭ ഉണ്ടാകുമെന്ന് അടിവരയിട്ട് പറയാൻ അന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കഴിഞ്ഞിരുന്നു. ആ മന്ത്രിസഭ 57 മുതൽ 59 വരെയാണ് കേരളത്തിൽ നിലവിലുണ്ടായിരുന്നത്. പക്ഷേ അത് ഉണ്ടാക്കിയൊരു ഓളം രാജ്യത്താകെ വലിയ പ്രതീക്ഷയാണ് ആളുകൾക്ക് നൽകിയത്. സപ്തകക്ഷി മുന്നണി എന്ന രീതിയിലാണ് CPIM മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഇതിനിടയിൽ ഒന്ന് ചോദിച്ചോട്ടെ, അതിന് മുമ്പിൽ 1964 ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഒരു പിളർപ്പുണ്ടാവുകയും അതിൽ നിന്ന് ഉണ്ടായതാണല്ലോ CPM എന്ന് പറയുന്ന കക്ഷി. ആ CPIയും ഈ സപ്തകക്ഷി മുന്നണിയിൽ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും, അതെ അതെ. പാർട്ടിയിൽ ആശയപരമായ സംഘർഷങ്ങൾ വളരെ സജീവമായതിന് ശേഷമാണ് പാർട്ടിക്കുള്ളിൽ CPIനെ വിമർശിച്ചുകൊണ്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് CPIM എന്ന പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. അത് 65 CPIM അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ പിന്നെയും പുതിയ സംഘടനകൾ ഉണ്ടാകായിരുന്നു. നമുക്കറിയാം, നക്സൽ പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. എന്തായാലും അങ്ങനെ CPIയിൽ നിന്ന് CPIM ഉണ്ടാകുകയും CPIയും CPM തമ്മിൽ രാഷ്ട്രീയമായ ആശയസഭകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 67 CPI കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാർട്ടി സംവിധാനം വന്ന് കേരളത്തിലുണ്ടായി. ആ മുന്നണിക്കും 2 വർഷത്തിൽ കൂടുതൽ തുടരാൻ കഴിഞ്ഞില്ല. ആ മുന്നണി വിട്ട് CPIMൻ്റെ വല്യേട്ടൻ മനോഭാവം എന്ന വിഷയം മുൻനിർത്തിയാണ് അവർ കോൺഗ്രസുമായി ചേർന്ന് കേരളത്തിൽ അധികാരത്തിലേക്ക് വരുന്നത്. എന്തായാലും 1980 മുതൽ, അല്ല 1970 വരുന്ന മന്ത്രിസഭയിലാണല്ലോ C അച്യുതമേനോൻ. അതെ അതെ അതെ, 69 C അച്യുതമേനോന്റെ മന്ത്രിസഭ 70 തോന്നുന്നല്ലോ. 70 മുതൽ 77 വരെ അല്ല, 71 വീണ്ടും 69 വരുന്നു, അത് 71 വരെ തുടരുന്നു. 71 വീണ്ടും തെരഞ്ഞെടുപ്പിൽ CPI നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനോടൊപ്പം ചേർന്നുള്ള മുന്നണി ഒരു വശത്തും ഇപ്പുറത്ത് CPIൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി തമ്മിലുള്ള മത്സരിക്കുന്നു. അവിടെയും CPIM നേതൃത്വം കൊടുക്കുന്ന മുന്നണി പരാജയപ്പെടുന്നു. ആ മന്ത്രിസഭ 77 അവസാനിക്കുന്നത്. അതെ 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 അതെ. അതിനുശേഷം ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി വീണ്ടും മുന്നണി സംവിധാനം മാറി പറഞ്ഞിട്ടാണ് 1980 മുതൽ നിലവിലുള്ള ഒരു വശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അപ്പുറത്ത് ഐക്യ ജനാധിപത്യ മുന്നണി വന്നത്. ചുരുക്കത്തിൽ രാജ്യത്ത് നമുക്കറിയാവുന്നതുപോലെ 67 ബംഗാളിൽ, കേരളത്തെ മാറ്റി നിർത്തിയാൽ ബംഗാളിൽ അവിടെ ഉണ്ടായ ബംഗാൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രാദേശിക കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് അവർ മന്ത്രിസഭയിൽ ചേരുന്നു. ജ്യോതി ബസു
അങ്ങനെ 67 മുതൽ 69 വരെ ഒരിക്കൽ കൂടി അവരങ്ങനെ അധികാരത്തിൽ വരുന്നു. പിന്നീട് അടിയന്തരാവസ്ഥയുടെ ഭീകരമായ അടിച്ചമർത്തലിന് വിധേയമായ ആ പാർട്ടി 77 മുതൽ തുടർച്ചയായി 2011 വരെ ബംഗാൾ ഭരിക്കുന്നു. ബംഗാളിൻ്റെ ഒരു എന്താ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയാവുന്ന ത്രിപുര. കാര്യം ത്രിപുരയുടെ ജീവിതത്തിൽ ബംഗാളികൾക്ക് വലിയ സ്വാധീനമുണ്ട്. അവിടെയും 1978 മുതൽ അവർ അധികാരത്തിൽ വന്നു. ഒരു ചെറിയ ഇടവേള ഒഴിച്ചു നിർത്തിയാൽ അവർ അവിടെ 2018 വരെ ആയിരുന്നു. 2018 വരെ 2018 അവിടെ ഇടതുമുന്നണിയുടെ പുറത്തു പോവുകയും BJP അവിടുത്തെ ഭരണകക്ഷിയായി മാറുകയും ചെയ്തു. അല്ല, ഇതിനിടയിലൊന്ന് ചോദിച്ചോട്ടെ, അപ്പോൾ ഈ കഴിഞ്ഞ 77 മുതൽ ഉള്ള ചരിത്രം നോക്കിയാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു മുന്നണി സംവിധാനത്തിൽ എത്തിപ്പെടുകയും ഈ 3 സംസ്ഥാനങ്ങളിലും മുന്നണി സംവിധാനത്തിലായിരുന്നല്ലോ. അതെ 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 അതെ. അപ്പൊ ഇന്നിപ്പോ ഈ നാളത്തെ റിസൾട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെയും നമ്മുടെ ഇവിടെ ഇടതു മുന്നണി എന്നുള്ള ഒരു ഇന്നും അത് അതെ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുന്നണി സംവിധാനം പ്രവർത്തനം ആരംഭിക്കുന്നതും അത് സജീവമാക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിലാണ്. കേരളത്തിലാണത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ബംഗാളിലും ത്രിപുരയിലും അത് ഇടതുപക്ഷ മുന്നണിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സോഷ്യലിസ്റ്റുകളുടെ ഒരു പ്രധാന ഗ്രൂപ്പ് എന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് NDA മുന്നണി എടുത്താലും ഈ ഇന്ത്യ മുന്നണി എടുത്താലും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള UPA മുന്നണി എടുത്താലും ഇന്ത്യയിൽ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഗ്രൂപ്പ് മുന്നണി രാഷ്ട്രീയം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിൽ കേരളം വലിയ നിർണായക പങ്കുവച്ചു. മാത്രമല്ല അതൊരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടാക്കാനും അതിന് തടസ്സമില്ലാന്ന് തെളിയിച്ച സ്ഥലമാണ്. എന്നായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിനിർണായക പങ്കുവച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ തിരിച്ചടികൾ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാകുമ്പോഴും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി ഉണ്ടാകുന്നു, അവർ അധികാരത്തിൽ തുടരുന്നു എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടേതായ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു. അപ്പം നാളെ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം LDFന് അധികാരം ഒഴിയേണ്ട അവസ്ഥ ഉണ്ടായാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPIM-ഉം CPI-ഉം കുറച്ചുകൂടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു മൊത്തത്തിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള കക്ഷികളിലെ എല്ലാവരെയും ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അധികാരമില്ലാത്ത ഒരു പാർട്ടി ആയി CPM-ഉം CPI-യും മാറിപ്പോകുന്ന വല്ലാത്തൊരു പ്രതിസന്ധി കൂടിയാണ് നാളത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി പരാജയപ്പെട്ട വന്നാൽ. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ വളരെ സമീപകാല ചരിത്രം എന്ന് പറഞ്ഞാൽ ഒന്നാം UPA സർക്കാർ അത് അന്ന് 64 അംഗ ഇടതുപക്ഷ പാർലമെന്റേറിയൻ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ആ 64 അംഗങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അന്ന് UPA എന്ന് പറയുന്ന സർക്കാർ രൂപീകരിക്കപ്പെടുന്നത്. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പിൽക്കാലത്ത് നടന്നത് അറിയാമല്ലോ, അതിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിൽ വന്നെങ്കിൽ തന്നെ. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് അടിയന്തരാവസ്ഥ അനന്തര, അതായത് ജനതാ പാർട്ടി ഉണ്ടായ കാലം മുതൽ അപ്പോഴും ഇടതുപക്ഷ കക്ഷികൾക്ക് വളരെ നിർണായകമായ പങ്കുണ്ടായിരുന്നു. എന്നാൽ അതിലേറെ ഈ BJP-യുടെ കടന്നുവരവിനെ ചെറുക്കുന്നതിലേക്കായി അത് പ്രത്യേകിച്ച് വാജ്പേയി സർക്കാർ വന്ന് പോയതിനു ശേഷം അത് രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ അത് NDA അത് BJP-യുടെ ഒരു ഭരണം കഴിഞ്ഞിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ UPA ഭരണത്തിലേറ്റാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ കക്ഷികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ കക്ഷികളുടെ അത് ശോഷിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഈ ഭരണരംഗത്ത് നിന്നോ എന്താ പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ ഇന്ത്യയിലെ ഈ ഫാഷിസ്റ്റ് ശക്തികളുടെ കടന്നുവരവിനെയും അവരുടെ തുടർ ഭരണത്തെയൊക്കെ ചെറുക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കേണ്ടിയിരുന്ന ഒരു മുന്നണി സംവിധാനം, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു അപകടമായിട്ട് നമ്മൾ കാണേണ്ടതല്ലേ? തീർച്ചയായും. അത് ഓർക്കുമ്പോഴാണ്, നോക്കൂ, വാജ്പേയി ആദ്യമായി പ്രധാനമന്ത്രിയായി 13 ദിവസം ആണ് ഭരണത്തിൽ തുടർന്നത്. വാജ്പേയിക്ക് പാർലമെൻറ്റിൽ വിശ്വാസ വോട്ട് നേടാൻ കഴിയാത്ത തരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടെ നിർത്തുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അന്നത്തെ CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്താണ്. അപ്പം ഇന്ത്യയിലെ BJP ഇതര പാർട്ടികളെ കൂടി നിർത്തി ആദ്യം കോൺഗ്രസിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സെക്കുലർ ജനാധിപത്യ സർക്കാർ വലിയ പരീക്ഷണം നടത്തി വിജയിച്ചവരാണ് CPI. അവരുടെ അവരുടെ MPമാരുടെ എണ്ണം കുറവാണ്. അവരാണ് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് അവരൊരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തു. ഒന്ന്, ഒരു BJP ഇതര സർക്കാർ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു BJP ഇതര സർക്കാർ അധികാരത്തിൽ വരുന്നെന്ന് മാത്രമല്ല, സ്പീക്കർ പദവി CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായ ബംഗാളിൽ നിന്നുള്ള സ്വന്തം ചാറ്റർജി ഏറ്റെടുക്കുന്നു. അപ്പോൾ അത്രയും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കരുത്ത് കാട്ടിയ CPIM
സ്വാഭാവിക പാർലമെന്റിൽ അവർ ബംഗാളിൽ നിന്ന് വാഷ്ഡ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് പോയതോടെ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുന്നു. അങ്ങനെ ഒറ്റപ്പെടുമ്പോഴും കേരളത്തിലെ അവരുടെ സർക്കാരിന് വലിയ ചില മുദ്രാവാക്യങ്ങൾ, ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കാൻ അവരുടെ ഭരണത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നാളെ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷ മുന്നണിക്ക് അധികാരം നഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അത് ശരിക്കും ഒരു ഇടതുപക്ഷ കക്ഷികളുടെ ഒരു എന്താ പറയാ, ഈ ഭരണ രംഗത്ത് നിന്നുള്ള ഒരു പടിയിറക്കം എന്ന് മാത്രമല്ല, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സെക്കുലർ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസിന് പോലും കുറച്ചുകൂടി വേദന ഉണ്ടാക്കുന്ന സംഭവമായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ തന്നെ നമുക്ക് കരുതാം.